കൊട്ടിക്കലാശത്തിൽ നമ്മൾ ഇനി പരിശോധിക്കുന്നത് ചാലക്കുടി മണ്ഡലമാണ്. ചാലക്കുടി പൊതുവെ ഒരു UDF മണ്ഡലമാണ് എന്നാണ് വെപ്പ്. പക്ഷേ ഇക്കുറി അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിനുള്ള ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. MK ഷുക്കൂറുണ്ട് കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, എന്തുകൊണ്ടാണ് ചാലക്കുടി ഒരു ടൈറ്റ് ഫൈറ്റായി മാറുന്നത്? മുൻപ് LDFിലെ ഇന്നസെന്റ് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ ഇക്കുറി എന്താണ് അവിടെ സവിശേഷമായ സാഹചര്യം? അജിംസ്, ചാലക്കുടി അജിംസ് പറഞ്ഞതുപോലെ തന്നെ ഒരു UDF മണ്ഡലമായി വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് 17 തവണയാണ് ചാലക്കുടിയിലും നേരത്തെ മുകുന്ദപുരമായിരുന്ന മണ്ഡലത്തിലും ഇലക്ഷൻ നടന്നത്. ഇതിൽ 12 തവണയും UDF ആണ് വിജയിച്ചത്. 5 തവണ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ആ അർത്ഥത്തിൽ ചാലക്കുടിക്ക് ഒരു UDF അനുകൂല ചരിത്രം തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇത്തവണ മത്സരം കുറച്ച് കടുപ്പമേറിയതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനം ഒന്ന് 2020യുടെ സാന്നിധ്യമാണ്. മറ്റൊന്ന് ഈ ബെന്നി ബെഹനാൻ MP മണ്ഡലത്തിൽ ലഭ്യമായിരുന്നില്ല. ജനങ്ങൾക്ക് അദ്ദേഹത്തെ പിന്നീട് കാണാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ LDF നടത്തുന്ന ഒരു കാടടച്ച പ്രചരണമാണ്. ഇത് രണ്ടും ചേർത്ത് ചാലക്കുടി മണ്ഡലത്തിൽ മത്സരം അല്പം കൂടി ടൈറ്റാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താവുന്നതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ പ്രദേശങ്ങൾ, കയ്പമംഗലം, ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഈ മേഖലയിൽ കോൺഗ്രസിന്റെ സംഘടനാപരമായി വന്ന ചില ദൗർബല്യങ്ങളും ഇതിന്റെ ഭാഗമാണ്. LDFിന്റെ പ്രചരണത്തെ മറികടക്കാൻ UDFന് കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട് ഈ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടനാ ശക്തി വളരെ വലുതാണ്. കോൺഗ്രസിന് അവിടെ MLA മാരുണ്ട്. എന്നാൽ ചാലക്കുടിയിൽ മാത്രമാണ് അപ്പുറത്ത് MLA ഉള്ളത്. ആ ഒരു സംഘടനാ ദൗർബല്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് മത്സരം അല്പം ടൈറ്റ് ആക്കുന്നത്. മറ്റത് 2020യുടെ സാന്നിധ്യമാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ 2020 കാര്യമായി വോട്ട് പിടിച്ചത്. ഒന്ന് കുന്നത്തുനാട് മണ്ഡലമാണ്, അവിടെ 40,000-ലധികം വോട്ട് പിടിച്ചു. മറ്റൊന്ന് പെരുമ്പാവൂരാണ്, അവിടെ 20,000-ലധികം വോട്ട് പിടിച്ചു. ചുരുക്കത്തിൽ 60,000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ 2020ക്ക് ഉള്ളതായി നമ്മൾ കണക്കാക്കണം. ആ അർത്ഥത്തിൽ ആ 2020 ഈ തെരഞ്ഞെടുപ്പിലും കാര്യമായി തന്നെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായ ഒരു പ്രചരണം അവർ നടത്തുന്നു. അങ്ങനെയെങ്കിൽ അവർ പിടിക്കുന്ന വോട്ട് അത് സ്വാഭാവികമായി UDFന് നഷ്ടമുണ്ടാക്കുന്നതാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. മറ്റൊന്ന് BJP 1.5 ലക്ഷം വോട്ടാണ് കഴിഞ്ഞ തവണ പിടിച്ചത്. ഇത്തവണ അവർക്ക് ചെറിയൊരു വർധനവുണ്ടായാൽ പോലും അതും UDFന് നഷ്ടമുണ്ടാക്കുന്നതാണ് പൊതുവായുള്ള വിലയിരുത്തൽ. ആ അർത്ഥത്തിലാണ് ഈ ഒരു ചാലക്കുടിയിലെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം കണക്കുകളെല്ലാം പരിശോധിച്ചാൽ അല്പം മത്സരം നൽകിയത്. നമുക്ക് ഇനി മണ്ഡലത്തിലെ ചില വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക് നോക്കാം. ബെന്നി ബെഹനാൻ 2 ലക്ഷം വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇവിടെ പിണറായി വിജയനല്ല ഇത് അറിയോ. ജനം മടുത്തു. ഞങ്ങളിവിടെ ജീവിക്കുന്നതാ. വയസ്സായ ആൾക്കാർ 7 മാസത്തെ പെൻഷൻ തരാൻ 1 മാസം തന്നു. ചാക്കടല്. ബെന്നി ബെഹനാൻ ജയിച്ചു പോയാൽ ഈ വഴിക്ക് വരില്ല. രവീന്ദ്രനാഥ് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് വരും. ബെന്നി ബെഹനാനാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ തവണ നിന്ന് ജയിച്ചു വന്നത്. ഇത്തവണയും അത് തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ജയിച്ചു പോയിട്ട് പിന്നെ വന്നപ്പോഴാണ് സ്ഥാനാർത്ഥി എഴുത്തച്ഛൻ്റെ സ്ഥാനാർത്ഥി നല്ല സൂപ്പർ സ്ഥാനാർത്ഥിയാണ്. പുള്ളിനെ ഞങ്ങൾ വിജയിപ്പിക്കും. വികസനങ്ങളൊക്കെ ഇവിടെ ഒന്നും നടക്കണില്ല എന്നുള്ളൂ. വികസനങ്ങളൊന്നും നടക്കണില്ല. കേന്ദ്രത്തിലെ ഇന്ത്യയും കേരളത്തിലെ LDF. പക്ഷെ അവര് ഭരിച്ചോടത്തോളം ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ അതനുസരിച്ച് ജനങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയല്ലോ. 50% പുതിയ ഇത് വന്നുകൊണ്ട് 2020ലേക്ക് എല്ലാം കോൺഗ്രസിന്റെ മൊത്തം കൊറ്റുവണ്ടിയില്. അതുകൊണ്ട് ഇതാണ് 2020ക്ക് ഒരു മാറ്റം വരാം. ജനങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് വന്നില്ലെങ്കിൽ ഇനി അതൊരിക്കലും ഒരു ഭരണം നമുക്ക് കിട്ടൂല. ഇതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. ഇനി സ്ഥാനാർത്ഥികളോട് നമ്മുടെ റിപ്പോർട്ടർമാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ കൂടി കാണാം. ഇപ്പോഴത്തെ അഖിലേന്ത്യാ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ LDFിൽ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ഇന്നത്തെ BJPയുടെ ഫാസിസ്റ്റ് നയത്തെ, വർഗീയതയെ, അവരുടെ അധികാര ദുർവിനിയോഗത്തെ എതിർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി വരണം എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടത്. അവരുടെ ദേശീയ അംഗീകാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. അവർക്കെങ്ങനെ BJP എതിർക്കാൻ പറ്റും? അവർക്കെങ്ങനെ വർഗീയത എതിർക്കാൻ പറ്റും? ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതൽ ആത്മവിശ്വാസമാണ്. കാരണം ജനങ്ങളിൽ നിന്ന് റിഫ്ലക്സ്. ഇപ്പോൾ ഞങ്ങൾ വാഹന പ്രചരണ ജാഥയിലാണ്. അപ്പോൾ വീടുകളിൽ നിന്നും റൂട്ടിൽ നിന്നും ബസ്സുകൾ, അതായത് വാഹനങ്ങളിൽ നിന്ന് വരുന്നത്, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള റിഫ്ലക്സ് വളരെ പോസിറ്റീവായിട്ട്. പ്രതികരണം വളരെ അനുകൂലമായ പ്രതികരണമാണ്. 5 വർഷക്കാലത്തെ എൻ്റെ സാന്നിധ്യം, ഈ നിയമമണ്ഡലത്തിൽ നിന്നും എനിക്ക് ലഭിച്ച സ്വീകാര്യത
ജനങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾ, ഇതെല്ലാമാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മകഥ. കൃത്യം ഇത്ര വോട്ടിന് ജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അതൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ നമുക്ക് എങ്ങനെയായാലും ഒരു 50 ഇപ്പോൾ 1 ലക്ഷം അദ്ദേഹത്തിന് അതിൻ്റെ മുകളിൽ ഉണ്ട് വോട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സയൻറ്റിഫിക് കാൽക്കുലേഷൻ അല്ല, അത് നമുക്കൊരു അസസ്മെൻറ്റ് മാത്രമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും കിട്ടുന്ന ഒരു അസസ്മെൻറ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതുപോലെയുള്ള ഇതാണ് സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. ഇനി PT നാസറിലേക്ക് കൂടി പോകണം. നാസർ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 പ്രസക്തി എന്താണ്? ഈ കുന്നത്തുനാടിൻ്റെ ദേശീയ പാർട്ടി ആവാൻ വേണ്ടി മത്സരിക്കുന്ന 2020, അവിടെ ഈ 2020യുടെ സാന്നിധ്യം അവിടുത്തെ മണ്ഡലത്തിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ ഫലത്തെ സ്വാധീനിക്കും, നിർണ്ണയിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2020 ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കുകയും ആ വോട്ട് മുഴുവൻ UDF-ൻ്റേതാണെങ്കിലും മാത്രമേ ഈ പറയുന്ന തരത്തിൽ അതിന് UDF-നെതിരായിട്ട് ബാധിക്കുകയുള്ളൂ. അങ്ങനെ പിടിക്കാൻ സാധ്യതയില്ലല്ലോ. UDF വോട്ടുകൾ മാത്രം 2020 പിടിക്കാമെന്ന് പറഞ്ഞൊരവസ്ഥ ഏതായാലും ഉണ്ടാവില്ല. കാരണം 2020 ഉന്നത നാട്ടിൽ കാര്യമായിട്ട് മത്സരം നടത്തിയത് LDF ആയിട്ടാണ്. അപ്പോൾ ഈ 2020 അത്ര വലിയൊരു നിർണായക ഘട്ടമായി അവിടെ വരുമെന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെ NDA BDJS ആണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ നേരത്തെ കഴിഞ്ഞ തവണ കിട്ടിയ അത്ര തന്നെ വോട്ട് ഇത്തവണ BDJS NDAക്ക് വേണ്ടി BDJS പിടിക്കാനും BDJS അതിൻ്റെ വോട്ട് നിലനിർത്താനും കഴിയുന്നില്ല. ഇത് പരമ്പരാഗതമായിട്ടൊരു UDF മണ്ഡലമാണ് എന്ന് പറയുമ്പം അതിൻ്റെ കാരണം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ ന്യൂനപക്ഷ വോട്ടുകളാണ് ഫലത്തെ നിർണ്ണയിക്കുന്നത്. 28% ക്രിസ്ത്യൻ വോട്ടുകളും 17% മുസ്ലിം വോട്ടുകളുമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു UDF ചായ്വ് അവസാനിക്കാറായിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അവിടെ 2019 ഇതിന് മുമ്പത്തെ തവണ ആദ്യമായിട്ട് ഇദ്ദേഹം ജയിച്ചു വരുന്നത്, ഇന്നസെൻ്റ് ജയിച്ചു വരുന്നത്. ഇന്നസെൻറ്റിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി LDF നിർത്തിയപ്പോൾ തന്നെ അവിടെ UDF-ലുണ്ടായ മറ്റു ചില ഘടകങ്ങളുണ്ടായിരുന്നു. UDF-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ മുൻ MP-യുമായിരുന്ന MP-യെ അവിടുന്ന് മാറ്റിയിട്ട് സ്ഥാനാർത്ഥിയെ മാറ്റി PC ചാക്കോ അവസാന നിമിഷത്തിൽ PC ചാക്കോ രംഗത്ത് വന്നതും അതിനോടനുബന്ധിച്ച് UDF-ലും കോൺഗ്രസിലും ഉണ്ടായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അന്ന് ഇന്നസെൻറ്റിന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലുള്ള അസാധാരണമായ സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ലാതിരിക്കെ പിന്നെയുള്ള ഏക ഘടകം ഇപ്പോഴും അവിടെ ഈ ഒരു ജനകീയ രാഷ്ട്രീയക്കാരനായ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാനേജറായ ബെന്നി ബെഹനാൻ, ഒരു നല്ല അധ്യാപകനായ നല്ല ശാസ്ത്ര അധ്യാപകനായ രവീന്ദ്ര മാഷും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ വിജയിച്ച് വരാനാണ് ചാലക്കുടിയിൽ സാധ്യത. അതിപ്പോൾ നമ്മളങ്ങനെ അവസാന വാക്കായിട്ട് പറയുന്നില്ലെങ്കിലും അവിടെ ഇപ്പോഴും കടുത്ത മത്സരമാണ്. ആ മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. ഒരു NDA സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് പോവുകയും ഈ 2020 സാന്നിധ്യം അറിയിക്കുകയും ചെയ്യും എന്ന് മാത്രമേ പറയാനാവൂ. ശരി, ഇതാണ് ചാലക്കുടിയിലെ ചിത്രം. പക്ഷേ അവിടെ വളരെ ക്ലോസ് ഫൈറ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.